പിന്നെ റോസ്റ്റർ ചാച്ചു എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ചാലഞ്ച് ഞാൻ കണ്ടായിരുന്നു. മച്ചാനും എടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ മിക്കവാറും ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. OTT വരുമ്പോഴേക്കും യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നെപ്പോകളുടെ ദൈവം നെപ്പോകിഡ്സിനെ വെച്ച് ഉണ്ടാക്കിയിട്ട് പൊട്ടിത്തെറിച്ചൊരു ബോംബിനെ കുറിച്ചാണ്. ആരാടാ പറഞ്ഞേ ഞങ്ങളുടെ പടം പൊട്ടിന്ന്? ഞങ്ങൾ കേക്ക് മുറിച്ചു. സൂപ്പർ ഹിറ്റ് പടാ. ഞാൻ എല്ലാ കൊല്ലവും എന്റെ നെപ്പോ പിള്ളേർക്ക് വേണ്ടി 300 കോടി ചെലവാക്കും. നിങ്ങൾ ദീപാവലിക്ക് പിള്ളേർക്ക് പടക്കം വാങ്ങി കൊടുക്കണ പോലെ. എനിക്ക് നെപ്പോകളുടെ കോടിനോട് ഒന്നേ പറയാനുള്ളൂ. ആ 92 കോടി നമ്മുടെ ധ്യാൻ ചേട്ടന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 പടം നമുക്ക് പൊട്ടിക്കാം. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീടാ റോൾഡ് ഗോൾഡ് നടത്തണ്ട. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാടണ്ട. 100% ഗ്യാരണ്ടി. ഈ പടത്തിലെ നായകൻ ഒരു വയറുണ്ടനാണ്. ആരെ കണ്ടാലും വയറ് കാട്ടി കൊടുക്കും. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. നിന്റെ പേര് ദിനേഷ് അർത്തൂരാൻ. പേരെന്താ? ദിനേഷ് അർത്തൂരാൻ. അതും പോരാണ്ട് ഇവൻ ഏതെങ്കിലും ഗേ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ വയറ് കാട്ടി കൊടുക്കും. എന്റെ ബോഡി കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ല? എന്തോന്ന്? എന്റെ ബോഡി കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നുന്നില്ല? ഇല്ലാന്ന്. പിന്നെ ഇവൻ ആ പഞ്ചായത്തിന് വയസ്സായ തള്ളേനെ വരെ വയറ് കാട്ടി കൊടുക്കും. എന്ത് പ്രഹസനമാണ് സജി. कितना क्यूट है यार. दाल. But I want your What? माल. പ്രായഭേദമന്യ പയ്യനെ ഏറ്റെടുത്ത്. പിന്നെ ഈ പടം നമ്മുടെ SRKയുടെ DDLJയുടെ 144p ആണ്. It's okay. बड़े बड़े देशों में ऐसी छोटी छोटी बातें बड़े बड़े देशों में ऐसी छोटी छोटी बातें होती रहती हैं. पलट पलट. പിന്നെ ഇവനെ കുറിച്ച് ഇവൻ തന്നെ തള്ളും. मैं सुपर सेक्सी हूँ, अल्ट्रा कूल हूँ. It's just a simple case of I'm sexy and I know it. I'm sexy and I know it. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. ഈ പടത്തിൽ നമ്മുടെ വയറണ്ണൻ ഒരു വെഡിങ് പ്ലാനറാണ്. പടത്തിന്റെ തുടക്കത്തിൽ മൂപ്പര് ഒരു കല്യാണത്തിന്റെ അന്ന് ഹെലികോപ്റ്ററിൽ പട്ടി ഷോ കാട്ടിട്ട് വരും. എന്നിട്ട് ഇങ്ങേരെ കാണിക്കുമ്പോ ഇങ്ങേരുടെ ഷൂ, സോക്സ്, വാച്ച്, കണ്ണാട എല്ലാത്തിന്റെ ആഡ് കാട്ടിയിട്ട് മൂപ്പരെ കാണിക്കുക. ഒരു ജെട്ടിയുടെ ആഡും കൂടി കാണിക്കായിരുന്നു അവിടെ വെച്ചിട്ട്. എടാ എന്തായാലും പടം പൊട്ടും. ഞാൻ ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കട്ടെടാ. പിന്നെ ഇവൻ SRKയുടെ മാനേഴ്സ് ഒക്കെ കാട്ടിട്ട് നടന്നു വരും. അപ്പൊ ആ കല്യാണ പെണ്ണ് വിചാരിക്കും ഇവനാണ് കല്യാണം ചേർക്കുന്നത്. അപ്പൊ അങ്ങോട്ട് നോക്കുമ്പോ വേറെ ആളാണ് കല്യാണം ചേർക്കുന്നത്. അല്ല, കല്യാണം ചേർക്കന് ആരാന്ന് അറിയണ്ടോടി നീ കല്യാണം കഴിക്കണേ? കഥയിൽ ചോദ്യമില്ല സാർ, പ്രത്യേകിച്ച് അണ്ണന്റെ കഥയിൽ. എന്നിട്ട് ഇവൾക്ക് നമ്മുടെ വയറണ്ണനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് കരയും. എന്തിനാ ദൈവം എനിക്ക് ഇത്ര സൗന്ദര്യം തന്നെ? പിന്നെ ആ പെണ്ണ് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കണ ഏതാണ്ട് ഒരു ആന്റിക്ക് നമ്മുടെ അണ്ണനോട് ചെറിയ ക്രഷ് അടിക്കും. എന്നിട്ട് അല്ലു അർജുൻ മറ്റേ താഴത്തില്ല എന്ന് പറയുന്ന ഡയലോഗ് അവനോട് പോയി പറയും. പിന്നെ അവിടുത്തെ കല്യാണ പരിപാടി കഴിയുമ്പോൾ അവൻ എയർപോർട്ടിലേക്ക് പോകും. അപ്പൊ അവിടെ നെപ്പോ ചേച്ചി ഉണ്ടാവും. നെപ്പോ ചേച്ചിനെ കുറിച്ച് പറയണെങ്കിൽ നല്ല ടാലന്റ് ഉള്ള നെപ്പോയാണ്. പിന്നെ ഇവളൊരു റൈറ്ററാണ്. ഇവള് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ബുക്ക് ഷോപ്പിൽ പോയിട്ട് ഒരു ബുക്ക് എടുക്കാനായിട്ട് നോക്കുമ്പോ കയ്യെത്താണ്ടാകെ ടെൻഷൻ അടിക്കും. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. क्लीशेस तोड़ना मेरी सबसे बड़ी हॉबी है. ക്ലീഷേഴ്സ് ഇല്ലാണ്ടാക്കുന്ന നിന്റെ ഹോബിങ് നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ പടം ഡിലീറ്റ് ചെയ്തോ. പിന്നെ അവൾ അവനോട് ബുക്ക് എടുക്കാൻ പറയുമ്പോ അവൻ അടിമാലി ലെവലിലുള്ള ഒരു ചളി പറയും. मेरे बचपन से हाथ इतने लंबे हैं कि मेरी माँ एक्चुअल में मेरा नाम कानून रखने वाली थी. പിന്നെ ഒരു ഫ്രഷ് സീനാണ്. ഇവര് ക്രൊയേഷ്യക്കാണ് പോണത്. അത് സെയിം ഫ്ലൈറ്റില് സെയിം സീറ്റില്. പിന്നെ അവിടെ അവര് വൈബ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തേക്കണ ബോട്ടും അവിടുത്തെ റൂമും സെയിം. അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. പിന്നെ ഫ്ലൈറ്റ് വെച്ചിട്ട് നമ്മുടെ വയറണ്ണനെ എയർ ഹോസ്റ്റേഴ്സ് കാണുമ്പോ അതിന് ക്രഷ് അടിക്കും. ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ പൂവൻകുഴി കൂവിക്കൊണ്ടേയിരിക്കൂടാ. പിന്നെ ക്രൊയേഷ്യയിൽ എത്തിയിട്ട് അവൻ അവളുടെ പിന്നാലെ നടന്ന് പാട്ട് പാടി വെറുപ്പിക്കും. मैं तेरे पीछे पीछे आ गया जिसका तुझे था इंतजार, जिसके लिए दिल था बेकरार, वो घड़ी आ गई. ഇജാതി ഇറിറ്റേഷൻ. सबसे तेरा दिन था. എടാ പാട്ട് പാടി കടയുള്ളൊരു ഓട്ടിച്ചു വിട്ടവൻ. പിന്നെ ഇവൻ ചിരിയാണ്. എന്റെ ഫാനാണെന്ന് തോന്നുന്നു. എപ്പൊ നോക്കിയാലും ഒരു ചിരിയുണ്ട്.
പക്ഷേ ഇത് നമ്മുടെ രാജ്യോടനായിട്ട് വ്യത്യാസമുണ്ട്. അത് മുദ്ര ശ്രദ്ധിക്കണം. മറ്റേ പിന്നെ അങ്ങോട്ട് ക്രൊയേഷ്യയുടെ ടൂറിസത്തിന് വേണ്ടിയുള്ള പരിപാടി. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആഡ് കാണിക്കും. ഒരു ഇടണ ഷർട്ടിൻ്റെ ആഡ്, കുടിക്കണ വെള്ളത്തിൻ്റെ ആഡ്, ക്രീമിൻ്റെ ആഡ് എന്ന് പറഞ്ഞിട്ട്. മാമനോടൊന്നും തോന്നല്ലേ? പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു പാർട്ടിക്ക് പോവും. എന്നിട്ട് ഇവൻ കല്യാണം കഴിച്ചതാന്ന് അവളോട് പറയും. ഇത് കേൾക്കുമ്പോൾ അവൾ കിസ് ചെയ്യും. കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചേതാ പെണ്ണോട്ട് അവിഹിതം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? പിന്നെ അവൻ പറയും എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് അവളോട് പറയും. പിന്നെ ഒരു സോങ് ആണ്, ഒരു വയറ് കാണിക്കുന്ന സോങ്. ഇവൻ ആദ്യം ബനിയൻ ഊരിയിട്ട് വയറ് കാണിക്കും. അപ്പോൾ അവള് ജെട്ടിയിട്ടിട്ട് വരും. അപ്പോൾ അവൻ വീണ്ടും വയറ് കാട്ടി കൊടുക്കും. എന്നിട്ട് അവള് ജെട്ടിയിട്ടിട്ട് വരും. പിന്നെ ഇവർ അവരാധിക്കാനായിട്ട് പോവും. പിന്നെ ഇവര് രണ്ടുപേരും കൂടി വൈബ് ചെയ്യാനായിട്ട് ഒരു ബീച്ചിലേക്ക് പോവും. അപ്പൊ അവളുടെ കാലും ഒരു ജെല്ലി ഫിഷ് കടിക്കും. അപ്പൊ അവൻ ഒറ്റ വഴിയുള്ളൂ, ഞാൻ നിന്റെ കാലുമ്പോ മൂത്രം ഒഴിക്കുക, അപ്പൊ ഒക്കെ സെറ്റ് ആവും എന്ന് പറയും. അപ്പൊ അവള് ഏട്ടായി മൂത്രം ഒഴിക്കേട്ടായി, വേഗം വയ്ക്ക്, വേനെടുക്കണ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അവൻ മൂത്രം ഒഴിക്കാനായിട്ട് പോവും. നിങ്ങപ്പോ ചോദിക്കുക എന്താ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അവൻ അവളുടെ കാലും ഒരു ഓയിൽമെന്റ് തേച്ച് കൊടുക്കും. ഓയിൽമെന്റിന്റെ ആഡ്, എങ്കപ്പാത്താലും ആഡ്. പിന്നെ അവൻ അവളുടെ അടുത്ത് പോയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും. അപ്പൊ അവൾ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ തേച്ചിട്ട് അവൾ ഇന്ത്യക്ക് പോവും. പിന്നെ അവൻ വീണ്ടും ഇന്ത്യക്ക് വരും അവളെ കാണാനായിട്ട്. എന്നിട്ട് അവനെ കാണുമ്പോൾ അവൾക്ക് വീണ്ടും ക്രഷ് അടിക്കും. സ്വാഭാവികം. പിന്നെ അവൻ അവളുടെ തന്തേനെ ഇംപ്രസ് ചെയ്യാനായിട്ട് അവളുടെ വീട്ടിൽ പോവും. DDLJയുടെ പോലെ തന്നെ. കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. പിന്നെ അവളുടെ വീട്ടിലേക്ക് അവളുടെ കുറച്ച് പരിചയക്കാർ വരും. അത് കാണുമ്പോൾ നമ്മുടെ വയറണ്ണൻ അവർക്ക് വയറ് കാട്ടി കൊടുക്കും. അപ്പൊ ആ കാമത്തള്ളിക്ക് ഭ്രാന്താവും. എന്നിട്ട് പിന്നെ ഈ പടം ഈ കാമത്തള്ളിയും ഈ വയറണ്ണന്റെ അവരാധിക്കലാണ്. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി ഓക്കാണ് മോനെ. फैट करोगे क्या मुझे? What an arm. इसका मतलब हमारे पास वक्त बहुत कम है. Oh God! വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പിന്നെ ഇവൻ ഇവളുടെ തന്തേനെ ഒന്ന് ഇംപ്രസ് ചെയ്ത് സെറ്റായി വരുന്ന സമയത്ത് ഇവന്റെ തള്ള അങ്ങോട്ട് വെള്ളടിച്ച് വന്നിട്ട് അവളായിട്ട് തല്ലാവും. അങ്ങനെ അവള് ബ്രേക്കപ്പ് പറയും. അങ്ങനെ നമ്മുടെ അണ്ണൻ ഡിപ്രഷനായിട്ട് അമേരിക്കക്ക് പോവും. ഇനി അവളൊന്നും ചെയ്യരുതേ, അവളൊരു പാവം പെണ്ണാണ്, പൂജിക്കാരായി വെച്ചോളൂ, എനിക്ക് വേണ്ട മകൾ. ഒന്ന് മൂണാവടാ, അല്ലെങ്കിൽ ഇന്നുകൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നില്ല. എടാ ഈ ലോകത്ത് അവള് മാത്രമല്ല പെണ്ണ്. പിന്നെ ഇവരുടെ ഈ അവരാധിച്ച ലവ് സ്റ്റോറി ഇവിടെ ഒരു ബുക്കായിട്ട് എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ ആ നോട്ടി തള്ളയുടെ മോൻ പോയിട്ട് അവളെ അങ്ങ് പ്രപ്പോസ് ചെയ്യും. അപ്പൊ അങ്ങോട്ട് നമ്മുടെ വയറെണ്ണം വന്നിട്ട് അവര് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവര് സെറ്റ് ആവും. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിട്ട് കളയണം. അങ്ങനെ പടം കഴിഞ്ഞു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്ര പൈസ കൊടുത്ത് പടം ഉണ്ടാക്കുമ്പോ ഒന്ന് ChatGPT നോക്കിയിട്ട് ഒരു നല്ല കഥ എഴുതടാ. ChatGPT यूज करना चाहिए था ना.